കേരളത്തിലെ BSc നഴ്സിംഗ് ഫീസ് എത്രയാണ്, ആരൊക്കെ എത്ര രൂപയാണ് ഫീസായി നൽകേണ്ടത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഗവൺമെൻറ്, പ്രൈവറ്റ് മേഖലകളിലെ കോളേജുകളിലായി ഏകദേശം 10,000-ഓളം BSc നഴ്സിംഗ് സീറ്റുകളാണ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ എല്ലാ സീറ്റിലെയും വിദ്യാർത്ഥികൾക്ക് ഒരേ ഫീസുകളല്ല നൽകേണ്ടത്. എങ്ങനെയാണ് അഡ്മിഷൻ എടുത്തത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും നമുക്ക് ഫീസ് അടയ്ക്കേണ്ടി വരിക. മുഴുവൻ ഗവൺമെൻറ് സീറ്റിലേക്കും സെൽഫ് ഫിനാൻസിംഗ് മേഖലയിലെ പകുതിയോളം വരുന്ന മെറിറ്റ് സീറ്റിലേക്കുമുള്ള അഡ്മിഷൻ നടക്കുന്നത് LBS വഴിയാണ്. അതേസമയം സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ PNCMAK, AMCS, FNCK, CPAS തുടങ്ങിയ മാനേജ്മെൻറ്റ് അസോസിയേഷനുകൾ വഴിയാണ് നടക്കുന്നത്. NRI കോട്ട സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ ചില കോളേജുകൾ നേരിട്ടും LBS വഴിയും നടക്കുന്നുണ്ട്. ഇവിടെയെല്ലാം തന്നെ ഫീസ് സ്ട്രക്ചർ വ്യത്യസ്തമാണ്. എന്നാൽ ഈ ഫീസ് എല്ലാം തന്നെ ഗവൺമെൻറ് അംഗീകരിച്ച ഫീസാണ്. ആദ്യം നമുക്ക് ഗവൺമെൻറ് കോളേജുകളിലെ ഫീസ് സ്ട്രക്ചർ നോക്കാം. LBSന്റെ പ്രോസ്പെക്ടസ് പ്രകാരം 23,170 അല്ലെങ്കിൽ 23,170 റുപ്പീസാണ് ഒരു വർഷത്തെ ഫീസായി വരിക. അതായത് ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 4 വർഷത്തേക്ക് 92,680 രൂപ, 92,680 റുപ്പീസായിരിക്കും ഫീസിനത്തിൽ അടയ്ക്കേണ്ടി വരിക. എന്നാൽ SC, ST, OEC, ഫിഷർമാൻ ലൈസൻസ് ഉള്ളവരുടെ മക്കൾ, ഹിന്ദു OBCയിലെ 20ഓളം വരുന്ന ജാതീയ വിഭാഗങ്ങൾ, അവർക്ക് 6 ലക്ഷത്തിൽ താഴെയുള്ള വരുമാനമാണെങ്കിൽ ട്യൂഷൻ ഫീസിൽ കൺസെഷൻ ലഭിക്കും. അതായത് അവർക്ക് ട്യൂഷൻ ഫീസ് നൽകേണ്ടതില്ല. ട്യൂഷൻ ഫീ കൂടാതെ PTA ഫണ്ട്, യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീസ്, അസോസിയേഷൻ ഫീസ്, യൂണിയൻ ഫീസ്, എക്സാമിനേഷൻ ഫീ തുടങ്ങിയ ഫീസുകളെല്ലാം ചേർത്ത് 15,000 രൂപയോളം നമുക്ക് പ്രത്യേകം അടയ്ക്കേണ്ടി വരും. അതുപോലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും ഇതിന് പുറമെ അടയ്ക്കേണ്ടതാണ്. ഈ ഗ്രാൻഡ്സ് ഉള്ളവർക്ക് അഡ്മിഷൻ സമയത്ത് ഫീ അടയ്ക്കേണ്ടി വരും. പിന്നീട് ഗ്രാൻഡ് കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് തിരിച്ചു കിട്ടും. ഗവൺമെൻറ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്നവർക്ക് അത് ഗവൺമെൻറ് കോളേജായാലും സെൽഫ് ഫിനാൻസിംഗ് കോളേജായാലും സ്കോളർഷിപ്പിനും ഗ്രാൻഡ്സിനും അപ്ലൈ ചെയ്യാൻ കഴിയും. എന്നാൽ LBS വഴി NRI സീറ്റിലേക്കും മൈനോറിറ്റി സീറ്റിലേക്കും അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഗ്രാൻഡ്സിന് അപേക്ഷിക്കാൻ കഴിയില്ല. ഇനി ഗവൺമെൻറ് മെറിറ്റിൽ LBS വഴി സെൽഫ് ഫിനാൻസിംഗ് മേഖലയിലെ കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുക്കുന്നവരുടെ ഫീസ് നമുക്ക് നോക്കാം. PNCMAK, AMCS, FNCK എന്നീ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷന് കീഴിലുള്ള 82 നഴ്സിംഗ് കോളേജുകളിലേക്കുള്ള ഫീയാണ് പറയുന്നത്. ഒരു വർഷത്തെ ഫീ ആയി വരുന്നത് 80,300, 80,300 റുപ്പീസ്. അതിനു പുറമെ സ്പെഷ്യൽ ഫീസായി 23,980, 23,980 റുപ്പീസ് അടയ്ക്കേണ്ടി വരും. സെക്കൻഡ് ഇയർ മുതൽ സ്പെഷ്യൽ ഫീസായി 21,230 അല്ലെങ്കിൽ 21,230 റുപ്പീസ് അടച്ചാൽ മതിയാകും. അതായത് 4 വർഷത്തേക്ക് നമുക്ക് കോഴ്സ് ഫീ ആയി അവിടെ വരുന്നത് 4,08,870 രൂപ, 4,08,870 റുപ്പീസ്. ട്യൂഷൻ ഫീസിനും സ്പെഷ്യൽ ഫീസിനും പുറമെ PTA ഫണ്ട്, യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഫീസ്, അസോസിയേഷൻ ഫീസ്, യൂണിയൻ ഫീസ്, എക്സാം ഫീസ് തുടങ്ങി 15,000 രൂപയോളം നമുക്ക് അടയ്ക്കേണ്ടി വരും. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും അഡീഷണലായി അടയ്ക്കണം. ഇവിടെ NRI സീറ്റിനാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ 1,04,000 രൂപയാണ് ഫീസായി വരുന്നത്, 1,04,000 റുപ്പീസ്. സ്പെഷ്യൽ ഫീസായി ആദ്യത്തെ വർഷം 23,980 രൂപയും അടുത്ത വർഷം മുതൽ 21,230 രൂപയും അടയ്ക്കേണ്ടി വരും. അതായത് NRI സീറ്റിലാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഡൊണേഷന് പുറമെ 5,03,670 രൂപ നമുക്ക് ഫീസിനത്തിൽ അടയ്ക്കേണ്ടി വരും, 5,03,670 റുപ്പീസ്. AMCS, FNCK, PNCMAK എന്നിവയുടെ കീഴിൽ വരുന്ന 82ഓളം കോളേജുകളിലേക്ക് കഴിഞ്ഞ വർഷമാണ് 10% ഫീസ് വർദ്ധിപ്പിച്ചത്. 3 വർഷങ്ങൾക്ക് ശേഷമാണ് 2025 ഈ ഫീസ് വർധനയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വർഷം ഫീസ് വർധനയുണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കോളേജുകളിലേക്ക് LBS വഴി അഡ്മിഷൻ കിട്ടിയാലും PNCMAK, AMCS, FNCK വഴി അഡ്മിഷൻ കിട്ടിയാലും ഫീസ് സ്ട്രക്ചർ സെയിം തന്നെയാണ്. പക്ഷേ ഗവൺമെൻറ് മെറിറ്റിൽ LBS വഴി അഡ്മിഷൻ എടുക്കുമ്പോൾ റിസർവേഷൻ, സ്കോളർഷിപ്പ്, ഗ്രാൻഡ്സ് എന്നിവയ്ക്ക് വിദ്യാർത്ഥികൾക്ക് അർഹതയുണ്ടാകും. എന്നാൽ പ്രൈവറ്റ് കോളേജ് അസോസിയേഷനുകൾ വഴി അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് മുഴുവൻ ഫീസും അടയ്ക്കേണ്ടി വരും. അവർക്ക് യാതൊരു വിധത്തിലുള്ള സീറ്റ് റിസർവേഷനും ഫീ കൺസെഷനും ലഭിക്കില്ല. ഇനി CPASന്റെ 10 കോളേജുകളിലേക്കുള്ള ഫീസ് സ്ട്രക്ചർ നോക്കാം. 83,025, 83,025 ആണ് അവിടുത്തെ ട്യൂഷൻ ഫീ ആയി വരുന്നത്. സ്പെഷ്യൽ ഫീസായി ആദ്യത്തെ വർഷം വരുന്നത് 30,300 രൂപ അല്ലെങ്കിൽ 30,300 റുപ്പീസ്. സെക്കൻഡ് ഇയർ മുതൽ 19,300 റുപ്പീസാണ് സ്പെഷ്യൽ ഫീ ആയി വരുന്നത്, 19,300 രൂപ. ഇനി NRI സീറ്റിലേക്കാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ 95,000 രൂപയാണ് ട്യൂഷൻ ഫീസായി വരുന്നത്, 95,000.
ആദ്യത്തെ വർഷം സ്പെഷ്യൽ ഫീസായി 30,300 അല്ലെങ്കിൽ 30,300 റുപ്പീസ് അടയ്ക്കേണ്ടി വരും. അടുത്ത വർഷം മുതൽ 19,300 റുപ്പീസ് ആയിരിക്കണം സ്പെഷ്യൽ ഫീസായി അടയ്ക്കേണ്ടി വരിക. 19,300 രൂപ. സിപാസിന് കീഴിലുള്ള കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയാൽ ടോട്ടൽ ഫീസായി 4 വർഷത്തേക്ക് അടയ്ക്കേണ്ടി വരുന്നത് മെറിറ്റ് സീറ്റിലാണെങ്കിൽ 4,20,300, NRI സീറ്റിലാണെങ്കിൽ 4,68,200 രൂപ. സിപാസിൻ്റെ കോളേജുകളിൽ SC, ST, OEC വിഭാഗങ്ങൾക്ക് ഫീ കൺസെഷൻ ഉണ്ടാകും. അവർക്ക് അഡ്മിഷൻ ഫീ ആയി 1,000 രൂപയും കോഷൻ ഡിപ്പോസിറ്റായി 10,000 രൂപയും മാത്രം അടച്ചാൽ മതിയാകും. അവർക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല. അടുത്തത് CMET കോളേജാണ്. അവിടെ ട്യൂഷൻ ഫീ ആയി വരുന്നത് 83,025 രൂപ, 83,025 റുപ്പീസ്. ആദ്യത്തെ വർഷം സ്പെഷ്യൽ ഫീ ആയി കോഷൻ ഡിപ്പോസിറ്റ്, PTA ഫണ്ട്, അഡ്മിഷൻ ഫീസ് എന്നിവയുൾപ്പെടെ 40,300 റുപ്പീസ്, 40,300 രൂപ സ്പെഷ്യൽ ഫീ ആയി അടയ്ക്കണം. എന്നാൽ സെക്കൻഡ് ഇയർ മുതൽ 22,300 റുപ്പീസ് സ്പെഷ്യൽ ഫീ ഇനത്തിൽ അടച്ചാൽ മതിയാകും, 22,300 രൂപ. ഇവിടെ NRI സീറ്റിൽ ട്യൂഷൻ ഫീ ആയി വരുന്നത് 95,000 റുപ്പീസാണ്, 95,000 രൂപ. ആദ്യത്തെ വർഷം സ്പെഷ്യൽ ഫീസായി 40,300 രൂപയും രണ്ടാം വർഷം മുതൽ 22,300 രൂപയുമാണ് അടയ്ക്കേണ്ടി വരിക. അതായത് CMETൻ്റെ അണ്ടറിലുള്ള കോളേജുകളിൽ 4,39,300 രൂപ മെറിറ്റ് സീറ്റിലേക്കും 4,87,200 രൂപ NRI സീറ്റിലേക്കും ഫീസിനത്തിൽ അടയ്ക്കേണ്ടി വരും. ഇതെല്ലാം തന്നെ കഴിഞ്ഞ വർഷത്തെ ഫീസ് സ്ട്രക്ചറാണ്. ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുണ്ടെങ്കിൽ അവർക്ക് ഫീസ് കൂട്ടാനായി കഴിയും. ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസും കൂടാതെ എക്സാമിനേഷൻ ഫീസ്, യൂണിവേഴ്സിറ്റി ഫീസ്, കോളേജ് യൂണിയൻ ഫീസ് തുടങ്ങി ബുക്സ്, യൂണിഫോം, ട്രാൻസ്പോർട്ടേഷൻ എന്നിവയ്ക്കായെല്ലാം നമുക്ക് പണം ചിലവഴിക്കേണ്ടി വരും.